എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ അലൈഡ് കോഴ്സസ്, ഫാർമസി കോഴ്സസ് എന്നിവയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് അവസരം. നിലവിൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ, അതായത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം ജൂൺ 2 തീയതി വൈകുന്നേരം 3 മണി വരെയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷയിൽ ആരുടെ ഒക്കെ ആപ്ലിക്കേഷനിലാണ് തെറ്റുകൾ ഉള്ളത് എന്നുള്ള കാര്യം പറയാം. അപേക്ഷയിൽ തെറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാതെ പ്രോബ്ലംസ് ആയിരിക്കും ഈ ഒരു ഡിഫക്റ്റ്, അതായത് ഈ ഒരു അപേക്ഷയിലെ തെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിഫക്റ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ഡിഫക്ട്സ് എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ NRI ക്ലെയിം അവകാശപ്പെട്ടിട്ടുള്ള ആ ഒരു ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മറ്റുള്ള വിദ്യാർത്ഥികളുടെ മാത്രം ലിസ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇതിൽ ഏതാണ് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ഇതിൽ എന്താണ് ആ ഒരു ആപ്ലിക്കേഷനിലെ ഡിഫക്റ്റ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യത്തേത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്, അത് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ആ ഒരു വിദ്യാർത്ഥി. അതുപോലെ രണ്ടാമത്തേത് SG, അതായത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അതുപോലെ ചില വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്തത് ചിൽഡ്രൻസ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് എന്നുള്ളതിനായിട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ EWS സർട്ടിഫിക്കറ്റ്, അതായത് എക്കണോമിക്കലി വീക്കസ്റ്റ് സെഷൻ എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടാകും. അതായത് അപേക്ഷയിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടാകും, എന്നാൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻസ്, സ്കോളർഷിപ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ 2 തീയതി വൈകുന്നേരം 3 മണി വരെയാണ് ഇതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാവുക. ഇനി ആരുടെയൊക്കെ ആപ്ലിക്കേഷനിലാണ് തെറ്റുള്ളത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇതിൽ നിങ്ങൾ 814ഓളം പേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് നിങ്ങളുടെ ഫോണിലുള്ള ആ ഒരു PDF വ്യൂവറിൽ ഈ ഒരു PDF ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെയുള്ള സെർച്ച് ഐക്കൺ ഉണ്ടാകും. ഓരോ PDF വ്യൂവറിലും സെർച്ച് ഐക്കൺ ഉണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇതിലുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കാതെ തന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ഇവിടെ കാണാൻ കുറച്ച് നമ്പേഴ്സ് കാണാം. അതുകൂടി നിങ്ങൾ എന്താണോ സ്ക്രീൻ കാണുന്നത് അതാണ് ആക്സസ് കോഡ്. അപ്പോൾ അതുകൂടി നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ പറ്റും. പ്രൊഫൈൽ പേജിൽ മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് മെനു ബാറിൽ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്താണ് തെറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് തെറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നിങ്ങളുടെ ഈ ഒരു അപേക്ഷയിലെ തെറ്റുകൾ നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് അപേക്ഷയിലെ ന്യൂനതകളുള്ളവരുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ കാണിച്ചു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ 2025-26 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചവരിൽ വിവിധ കാറ്റഗറിയിൽ സംവരണം ക്ലെയിം ചെയ്ത NRI ഒഴികെയുള്ള വിദ്യാർത്ഥികളിൽ അവർ സമർപ്പിച്ച രേഖകളിൽ ന്യൂനതകൾ ഉള്ളവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ നിങ്ങളുടെ അപേക്ഷാ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുമ്പോൾ അപേക്ഷൻ്റെ പ്രൊഫൈൽ പേജ് ദൃശ്യമാവുന്നതാണ്. പ്രൊഫൈൽ പേജിൽ ലഭ്യമായിട്ടുള്ള മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള മെനു ഐറ്റം ക്ലിക്ക് ചെയ്താൽ ന്യൂനതകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അപേക്ഷകൻ ഓൺലൈനായിട്ട് തന്നെ 2/6/2025 മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. രേഖകൾ, അതായത് അപാകതകൾ പരിഹരിക്കുന്നതിന് പിന്നീട് അവസരം നൽകുന്നതല്ല.
അനുബന്ധ രേഖകളോ സർട്ടിഫിക്കറ്റുകളോ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് അയക്കേണ്ടതില്ല. മേൽപ്പറഞ്ഞ നിശ്ചിത സമയത്തിനകം നാറ്റിവിറ്റി രേഖകളിലെ ന്യൂനതകൾ പരിഹരിക്കാത്തവരുടെ സാമുദായിക പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ റദ്ദാകുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത് പരിഹരിക്കുക. പരിഹരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംവരണവും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.